ഇന്നലെ നമ്മുടെ തന്നെ മറ്റൊരു ചാനലായിട്ടുള്ള ഗ്ലോബൽ മലയാളി ന്യൂസിൽ DR സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ ഭാഗമായി നിരവധി വ്യക്തികൾ എനിക്ക് മെസ്സേജുകൾ അയച്ചു. അക്കൂട്ടത്തിൽ ലഭിച്ച വളരെ ഗൗരവമായ ഒരു ഉത്തരവ് എല്ലാവരുടെ ശ്രദ്ധയിലേപ്പെടുത്തുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഉത്തരവാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെയാണ് ഉത്തരവ്. ആ ഉത്തരവ് ഞാൻ പറയാം. ആ ഉത്തരവനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ സർവീസ് പെൻഷനേഴ്സുകാരും അല്ലാത്തവരെല്ലാം കൂടെ കൊടുത്തൊരു കേസിൽ 2019 പെൻഷൻ പരിഷ്കരണത്തിന് ഭാഗമായി അനുവദിച്ച ക്ഷാമാശ്വാസത്തിലെ തടഞ്ഞു വച്ചിട്ടുള്ള അല്ലെങ്കിൽ കൊടുക്കാതിരുന്ന 3-4 ഗഡുക്കൾ 3 മാസത്തിനുള്ളിൽ വിതരണം ചെയ്യണമെന്നാണ് ഉത്തരവ്. ആ ഉത്തരവ് ട്രിബ്യൂണൽ ഫയൽ ചെയ്ത 413/2026 കേസിൽ 7/4/2024, അതായത് ഏപ്രിൽ മാസം, ഇതിപ്പോൾ മെയ് ആണ്, ഏപ്രിൽ മാസം 7-ാം തീയതിയാണ് ആ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അത് മനോഹരമായൊരു ഉത്തരവാണ്. ആ ഉത്തരവിൻ്റെ കോപ്പി നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കാം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ റെപ്രസെൻറ്റഡ് ബൈ പ്രസിഡന്റ് MB വേലായുധൻ, 71 വയസ്സ്, അദ്ദേഹമാണ് ഒരു പരാതിക്കാരൻ. അതുപോലെ KV മുരളീധരൻ, 66 വയസ്സ്, അദ്ദേഹം മറ്റൊരു പരാതിക്കാരനാണ്. അവർ അഡ്വക്കേറ്റ് ഡോക്ടർ സതീഷ് KP വഴിയാണ് ഇത് പോയതെന്ന് തോന്നുന്നു. എന്തായാലും അവർ കൊടുത്ത ഒരു കേസിനനുസരിച്ച് 7/4/2026 7/4/2026 എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസം 7-ാം തീയതി ഒരു വിധി ഹോണറബിൾ മെമ്പറായിട്ടുള്ള മിസ്സിസ് MR ശ്രീലത, ജുഡീഷ്യൽ മെമ്പർ ഓഫ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവ് പറയുന്നതനുസരിച്ച് ഇതിൻ്റെ റെസ്പോണ്ടൻ്റായിട്ട് വന്നിരിക്കുന്നത് കേരള സ്റ്റേറ്റ് റെപ്രസെൻറ്റഡ് ബൈ ചീഫ് സെക്രട്ടറിയാണ് ഒരു റെസ്പോണ്ടൻ്റ്. എപ്പോഴും കേസ് അങ്ങനെ ആയിരിക്കുമല്ലോ. ഉദ്യോഗസ്ഥർ കേസ് കൊടുക്കുമ്പോൾ ചീഫ് സെക്രട്ടറി ആയിരിക്കും ഒരു റെപ്രസെൻറ്റേറ്റീവ്, എതിർവശത്ത് വരും, എതിർഭാഗം ചീഫ് സെക്രട്ടറി ആയിരിക്കും. പിന്നെ സെക്രട്ടറി ഫിനാൻസ്, പെൻഷൻ B എന്ന് പറയുന്ന വിഭാഗമുണ്ട്. അപ്പോൾ ഇത് പിന്നെ ഗവൺമെൻറ് പ്ലീഡറാണ് ഇതിനകത്ത് വരുന്നത്. ആപ്ലിക്കേഷൻ 7/2026 ഏപ്രിൽ 7-നാണ് കേട്ടത്. അന്ന് തന്നെ അതിൻ്റെ വിധിയും പറയുകയുണ്ടായി. ഓർഡർ എന്ന് പറയുന്നത് ഓർഡർ നമ്പർ എറണാകുളത്താണ് ഇത് വന്നിരിക്കുന്ന വിധി 413/2026, ഡേറ്റഡ് 7th day of April, അതായത് 7/4/2024. ആ ഓർഡറിൽ പറയുന്നത് ഇത് ഫസ്റ്റ് ആപ്ലിക്കൻ്റ്, അതായത് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ആ അപേക്ഷ സെക്കൻഡ് ആപ്ലിക്കൻറ്റും അതിനകത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ രണ്ടുപേരും റിട്ടയർഡ് ഗവൺമെൻറ് സർവൻസ് ആണ്. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന ഉത്തരവിനനുസരിച്ച് 3 മാസത്തിനകം, അതായത് ദ ഒറിജിനൽ ആപ്ലിക്കേഷൻ ഇസ് ഡിസ്പോസ്ഡ്, അതായത് അത് ഡിസ്പോസ് ചെയ്തു, അത് തീരുമാനമാക്കിയിട്ടുണ്ട്, ഓഫ് ഡയറക്റ്റിംഗ് ദ സെക്കൻഡ് റെസ്പോണ്ടൻറ്റ് ടു കൺസിഡർ. സെക്കൻഡ് റെസ്പോണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻസിൻ്റെ പെൻഷൻ്റെ ഫിനാൻസ് സെക്രട്ടറിയാണ്. ടു കൺസിഡർ ആൻഡ് പാസ് ഓർഡേഴ്സ് ഓൺ അനക്സർ A3 വിത്ത് എ പീരീഡ് ഓഫ് 3 months. അനക്സർ A3 അനുസരിച്ച്, അതായത് ഇവർക്ക് കൊടുക്കേണ്ട 3-4 ഗഡുക്കളായിട്ടുള്ള തുക 3 മാസത്തിനകം കൊടുക്കണമെന്നാണ്. അത് കൺസിഡർ ചെയ്യാൻ വേണം. ആൻഡ് പാസ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വെറുതെ കൺസിഡർ മാത്രമാണെങ്കിൽ ഗവൺമെൻറ് കുഴപ്പാം. പക്ഷേ പാസ് ഓർഡർ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 3 മാസത്തിനകം അത് കിട്ടാനുള്ള സാധ്യത വലുതാണ്. ഇത് ട്രൂ കോപ്പി ഓഫ് ദ റെപ്രസെൻറ്റേഷൻ ഫൈൽഡ് ബൈ ദ ഫസ്റ്റ് ആപ്ലിക്കൻറ്റ് ബിഫോർ സെക്കൻഡ് റെസ്പോണ്ടൻറ്റ് ബിഫോർ ദ സെക്കൻഡ് റെസ്പോണ്ടൻറ്റ് ഡേറ്റഡ് 3/1/2026, അതായത് ജനുവരി മാസം 3-ാം തീയതി ഈ അസോസിയേഷൻകാർ ഗവൺമെൻറ്റിലേക്ക് ഫിനാൻസ് സെക്രട്ടറിക്ക്, ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്ത് കൊടുത്തിരിക്കുന്നു. ഞങ്ങൾക്കിത് അനുവദിച്ചു തരണമെന്ന് പറഞ്ഞ് 3/1 ജനുവരി മാസം 2026 കൊടുത്തത്. അതാണ് അനുവദിക്കാത്തത് കൊണ്ട് അവർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോവുകയും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഇത് വിധിയാവുകയും ചെയ്ത് ആ 3/1/2026 പറയുന്ന കാര്യം കൃത്യമായി ചെയ്യണം എന്നാണ്. 3 മാസത്തിനുള്ളിൽ ചെയ്യണം എന്ന് പറയുമ്പോൾ 7/4 ഇറങ്ങിയെങ്കിൽ 7/5 അത് കഴിഞ്ഞു. പിന്നെ 7/6, 7/7, അതായത് ജൂലൈ മാസം 7-നകത്ത് ഇത് നടപ്പാക്കണം. പക്ഷേ അതിനിടയിൽ ഇനി ഗവൺമെൻറ് എന്തെങ്കിലും ഒരു കൗണ്ടർ അഫ്ഡവിറ്റോ, അല്ലെങ്കിൽ അഫ്ഡവിറ്റിന് സ്കോപ്പില്ല, കാരണം വിധിയാണ്, ഇതിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം പുതിയ ഗവൺമെൻറ്റാണ്. സ്വാഭാവികമായിട്ട് അവർ ഇത്തരം വിധികളൊക്കെ വെച്ചുകൊണ്ട് പണം കൊടുക്കാനാണ് സാധ്യതയുള്ള. ഇൻ ദി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അറ്റ് തിരുവനന്തപുരം, അഡീഷണൽ ബെഞ്ച് എറണാകുളം, അഡീഷണൽ ബ്രാഞ്ചായിട്ടുള്ള എറണാകുളത്ത് നിന്നാണ് ഈ കേസ് കേട്ടിരിക്കുന്നത്. ഈ കേസ് കേട്ടത്
ഹോണറബിൾ മിസ്സിസ് MR ശ്രീലത ജുഡീഷ്യൽ മെമ്പറാണ് ഈ കേസ് കേട്ടിരിക്കുന്നത്. അപ്പോൾ ആ കേസിൻ്റെ വിധി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളോട് പലരും ചോദിച്ചു ഇതെന്തായി എന്ന് ചോദിക്കുന്നു. കൃത്യമായ ഉത്തരമാണ്. പക്ഷേ അതിനിടയിൽ ഏപ്രിൽ 1 മുതൽ കൊടുക്കാനൊരു ഓർഡർ വന്നു എന്നൊരു വാർത്ത വന്നു. പക്ഷേ ഏപ്രിൽ 1 മുതൽ കിട്ടിയതായിട്ട് ആരും പറയുന്നില്ല. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയുക. പലരും എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഏപ്രിൽ 1-ന് പിന്നെ ട്രഷറി ചെന്നപ്പോൾ കൊടുക്കാൻ ഉത്തരവായിട്ടുണ്ട്, പക്ഷേ എന്ന് കൊടുക്കണമെന്ന് ഉത്തരവാദിത്തതുകൊണ്ട് തരുന്നത് ഒക്കെ എന്തൊരു കഷ്ടമാണ്. കൊടുക്കാൻ ഉത്തരവായെങ്കിൽ പിന്നെ എന്ന് കൊടുക്കണമെന്നുള്ള ഉത്തരവ് കൂടെ പറയണ്ടേ? അതല്ലേ ഉത്തരവിൻ്റെ ഒരു കംപ്ലീറ്റ്നെസ്. അതുണ്ടായില്ല എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ സാധ്യത നമുക്കറിയില്ല. എന്തായാലും ഉത്തരവുണ്ടായിട്ടില്ലെങ്കിൽ ഉത്തരവുണ്ടാവും. പക്ഷേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ന് മുതൽ എന്നുള്ളതിനെ സംബന്ധിച്ചും ഉത്തരവുണ്ടാവും. എന്തായാലും ആ DR 3ഉം 4ഉം DR 2019 ഭാഗമായിട്ടുള്ള 3ഉം 4ഉം DR കിട്ടാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ കാണുന്നത്. അത് എന്തായാലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലും ഒരു കേസ് പോയി, അതും കൂടെ വച്ചുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവരുടെ വിധിയും കൂടെ വന്നതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അത് പെൻഷൻ പറ്റിയവർക്ക് അത് കിട്ടാനുള്ള സമയമായി. എല്ലാ സാധ്യതയുമുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നമ്മൾ നാട്ടിൽ നടക്കുകയാണ്. നമ്മൾ അറിയുമ്പോഴാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റൂ. അപ്പോൾ സർവീസ് പെൻഷൻകാർ 1-ാം തീയതി ജനുവരിയിൽ 3-ാം തീയതി മറ്റോ കൊടുത്തൊരു പരാതിക്ക് ഗവൺമെൻറ് അതിന് അപ്രോപ്രിയേറ്റ് നടപടിയെടുക്കാത്തതുകൊണ്ട് അവർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി, ട്രിബ്യൂണലിൽ നിന്ന് അവർ ഉത്തരവ് വാങ്ങി 3 മാസത്തിനകത്ത് ഇത് നടപ്പിലാക്കണമെന്ന്. എന്തായാലും അത് നടപ്പിലാകുമോ എന്ന് നമുക്ക് നോക്കാം. നടപ്പിലായില്ലെങ്കിൽ നമുക്ക് മറ്റ് വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യകാരണ സഹിതം നമുക്ക് വിലയിരുത്താം. എന്തായാലും ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ അതിന് പ്രതികരണമായിട്ട് ഒരുപാട് ആളുകളാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. അതിൽ ഒരു വനിതയാണ്, റിട്ടയർ ആയിട്ടുള്ളൊരു വനിതയാണ്, ഞാൻ പേര് പറയുന്നില്ല, ഒരു വനിതയാണ് എനിക്ക് ഈ മെസ്സേജ് അയച്ചു തന്നതും ഈ ഉത്തരവ് അയച്ചു തന്നതും. അവർക്കുൾപ്പെടെ എല്ലാവർക്കും നന്ദി അറിയിക്കാനും ഈ അവസരം പ്രയോജനപ്പെടുത്തും. ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മളൊരു കാര്യം പറയുന്നു, നിങ്ങളതിൻ്റെ അനുബന്ധമായ അന്വേഷണം നിങ്ങൾ നടത്തിയാൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ മാത്രം ഇത് മുഴുവൻ അന്വേഷിച്ച് കൊണ്ടുവരണമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. നമുക്ക് ഒത്തിരി തിരക്കുള്ള ഇതാണല്ലോ, ചാനൽ വഴിയായാലും അല്ലാതെയൊക്കെ നല്ല തിരക്കുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നമ്മളുമായിട്ട് സഹകരിക്കുമ്പോൾ ഇതിൻ്റെ ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങൾ കൈമാറി നമുക്ക് ചെയ്യാം. അയച്ചു തന്ന ആ വനിതയ്ക്കും അതുപോലെ തന്നെ ഇത് പ്രതികരിച്ചവർക്കും നന്ദി. എന്തായാലും നമുക്ക് കൂട്ടായി എല്ലാ കാര്യങ്ങളും ശ്രമിക്കാം.